കാണുമ്പോൾ ഇത് പൂർണ്ണപൂരിയാണ് കേട്ടോ. അത് കാണുമ്പോൾ സാധാരണ ചപ്പാത്തി പോലെ തോന്നും, പക്ഷേ നമ്മുടെ ബോളിയുടെ അതേ ടേസ്റ്റാണ്. ബോളിക്ക് മൈദാമാവ്, ഇത് വന്നിട്ട് ഞാൻ എന്താ പറയുക, ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടിയും 2 കയ്യിൽ ഗോതമ്പ് പൊടി, അതിനനുസരിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം വെല്ലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തി പരുവത്തിന് നന്നായി കുഴച്ചെടുത്തിട്ട് ലാസ്റ്റ് ഉണ്ടല്ലോ എണ്ണ ഒഴിച്ചിട്ട് ചുരുട്ടിയാക്കി എടുത്ത് വയ്ക്കുക. ഇങ്ങനെ ഉരുണ്ടിയാക്കി എടുത്ത് വയ്ക്കുക. നല്ല സോഫ്റ്റ് ഉണ്ടാകും തൊടാൻ. ഉരുണ്ടിയാക്കി എടുത്ത് വയ്ക്കുക. പിന്നെ ഒരു എന്താ പറയുക, ഒരു കൈപ്പിടി ഓളം എന്താണ് കടലപ്പരിപ്പിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അരമണിക്കൂർ മുമ്പ്. അതിനെ വേവാൻ വെച്ചിട്ട് അതിനാവശ്യമുള്ളത് 1 അച്ച് 1.5 അച്ച്, എൻ്റെ വലിയ അച്ചായിരുന്നു വെല്ലം. അപ്പോൾ 1 അച്ച് വെല്ലം ഇട്ടിട്ട് അതിനെ നന്നായി വേവിച്ചെടുക്കുക. വേവിച്ച് ഈ വെല്ലമൊക്കെ ഉണ്ടല്ലോ അത് അതിലിപ്പോൾ ഇതായി വരും. എന്നിട്ട് ആ വെന്തതിനെ നമ്മൾ അടിക്കുക പറഞ്ഞാൽ തരിതരിപ്പായിട്ട് അടിച്ചാൽ മതി. നല്ല സ്മൂത്ത് ആവണമെന്നില്ല, നന്നായിട്ട് എന്നാൽ ഒരുപാട് കടിക്കണ പോലെയും പാടില്ല. അങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്താനായിട്ട് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും രണ്ടുമായിട്ട് എടുക്കണം. എന്താ വെച്ചാൽ പെട്ടെന്ന് പിടിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പരത്തുമ്പോൾ പിടിക്കും. അപ്പം അത് പിന്നെ നല്ലെണ്ണ എടുക്കുക. ഞാൻ കടുകെണ്ണയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറച്ച് ഈ ചപ്പാത്തി മാവിൻ്റെ ആ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക. കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ അടിച്ച കൂട്ടുണ്ടല്ലോ, നമ്മുടെ കടലപ്പരിപ്പ്, ആ അടിച്ച കൂട്ടുള്ളിൽ വയ്ക്കുക. എന്നിട്ട് മടക്കുക. പതുക്കെ കൈ കൊണ്ട് തന്നെ പരത്തിയിട്ട് പിന്നെ ഇതുകൊണ്ട് ചപ്പാത്തി കല്ലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി ചുട്ടെടുക്കുക. ചുടുമ്പോൾ 2 ഭാഗത്തും നിറയെ എണ്ണ ഒഴിക്കണം. ഈ ചപ്പാത്തി കല്ലിലുണ്ടല്ലോ മൊത്തം ഞാൻ ഉപയോഗിക്കുന്നത് കടുകെണ്ണയായതുകൊണ്ട് തന്നെ ആ കറിയൊക്കെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അത് കഴുകും പിന്നെയും വരും. പക്ഷേ നല്ല രുചിയാണ് കേട്ടോ. ഇത് കടുകെണ്ണയാണ് ഉപയോഗിച്ചിരിക്കണമെന്ന് അറിയില്ല. അത് ശരീരത്തിന് നല്ലതാണല്ലോ. അത് കാരണം കുട്ടികൾക്കും അറിയില്ല, അത് കുട്ടികൾക്കും കൊടുക്കും. ഇത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കഴിക്കും. ഏട്ടനും കഴിക്കും, ഞാനും കഴിക്കും. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പൂർണ്ണപൂരി, അതായത് മഹാരാഷ്ട്ര റെസിപ്പിയാണ്. ഇത് ഒരിക്കൽ ചെയ്ത് നോക്കിയിട്ട് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ബോളി ഉണ്ടാക്കാൻ വേണ്ടി സമയം കളഞ്ഞു. പിന്നെ ചെയ്തപ്പോൾ അത് സിമ്പിളായിട്ട് വേഗം പണി കഴിയുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. നന്നായിരിക്കും.